Hi guys, welcome back to my channel. Hope you all are doing good and great. അപ്പോൾ ഇത് ഐഷയുടെ മെഹന്തി ഡേ എടുത്തിട്ടുള്ള വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ എണീറ്റ് വന്നപ്പോൾ തന്നെ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം നല്ല ക്ഷീണം ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസത്തെ പ്രോഗ്രാംസിൻ്റെ. അപ്പോഴത്തേക്കും ഓൾറെഡി ഐഷയുടെ മെഹന്തി ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു കൈ ഫിനിഷായി കേട്ടോ. ഞങ്ങളാണെങ്കിൽ അവിടെ പോയതിൻ്റെ അന്ന് മുതൽ വാഴ മൂവി കാണാനായിട്ട് നോക്കുകയാണ്. ഒരിടത്തും ടിക്കറ്റ് ഇല്ല. ഫൈനലി ഞങ്ങൾക്ക് ഒരിടത്ത് ടിക്കറ്റ് കിട്ടിയപ്പോൾ ഞങ്ങളത് ബുക്ക് ചെയ്തു കേട്ടോ. അപ്പം ഞങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വീട്ടിലെ പന്തൽ പണിക്കൊക്കെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ നേരെ ഞങ്ങൾ പോയി മൂവി കണ്ടു കേട്ടോ. ഞാനും പൊന്നും കേപ്പി ഉണ്ടായിരുന്നു, ശിവാനിയും ഖ്വായിഷും ഋത്തിക ഉണ്ടായിരുന്നു. അവർ നോൺ മലയാളീസിന് പോലും ഭയങ്കരമായിട്ട് മൂവി ഇഷ്ടമായി. ഖ്വായിഷൊക്കെ ലാസ്റ്റ് കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐഷയുടെ ഉപ്പച്ചിയാണ് ഞങ്ങളെ മൂവിക്ക് കൊണ്ടാക്കിയിട്ട് ഉപ്പച്ചിനെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നു. അപ്പോൾ അതിനിടയ്ക്ക് ഞങ്ങൾക്കൊരു ഷോപ്പിൽ കയറി കുറച്ച് സാധനമൊക്കെ മേടിക്കണമായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിലെത്തി ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചിട്ട് ഐഷയുടെ മെഹന്തി ലുക്ക് ഞങ്ങൾ കണ്ടു. ഭയങ്കര ഇഷ്ടമായി. ഒരു മൊഞ്ചത്തി ആയിട്ടുണ്ടായിരുന്നു. ആ പഴയ മൂവീസിലൊക്കെ ഒപ്പന കളിക്കൊക്കെ ഉണ്ടാവുന്ന ആ ഒരു ലുക്കായിട്ട് എനിക്ക് തോന്നിയിട്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ആ ഒരു ഹോൾ ലുക്ക് തന്നെ. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അവളുടെ മെഹന്തി ഇടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൾ ഫോട്ടോസ് എടുക്കാനായിട്ട് പോയി. അപ്പോഴാണ് ഞങ്ങൾ ഏതാണ്ട് മെഹന്തി ഇട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഞങ്ങൾ റെഡി ആയിട്ട് ഞങ്ങൾ മെഹന്തി ഇടാനായിട്ടുള്ള ആർട്ടിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടി നന്നായിട്ട് എനിക്ക് ഇട്ടു തന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ 2-3 ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല ആൾക്കാർക്ക് ഇടുകയാണ്. അപ്പം ഒരു എന്താ പറയുക, ടിപ്പിക്കൽ മെഹന്തി ഡേ തന്നെയായിരുന്നു. എവിടെ നോക്കിയാലും മൈലാഞ്ചി ഇടുന്നു, ഫുൾ മൈലാഞ്ചി ഇടലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് പൊതുവേ 2 കയ്യിലും നിറച്ച് മെഹന്തി ഇടാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മെഹന്തി ഇടൽ ടോട്ടലി. അപ്പം ഞാൻ എന്താ പറയുക, എപ്പോഴും പണ്ട് ഞങ്ങൾ ഹോസ്റ്റലിലായിരിക്കുമ്പോഴും ഈദ് ഡേയിലൊക്കെ ഐഷ മെഹന്തി ഇടുമ്പം പൊന്നും കേപ്പിക്ക് ഭയങ്കര സിമ്പിളായിട്ടുള്ള ഡിസൈൻസും കൊണ്ട് പോകുമ്പോൾ ഞാനായിരിക്കും കൈ നിറച്ചിടുന്ന ഡിസൈനും കൊണ്ട് പോകുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു മെഹന്തി ഇടുന്നതും. പിന്നെ എന്താ പറയുക, ആ ഒരു കൈ നിറച്ചു വിട്ടിട്ട് ആ മെഹന്തിയുടെ മണമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും ഓൾറെഡി റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു. ഖ്വായിഷിന് മൈലാഞ്ചി തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചു, എങ്ങനെയാണ് മൈലാഞ്ചി ഇടാണ്ടിരിക്കാൻ പറ്റുന്നതെന്ന്. കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഒരു തവണ മൈലാഞ്ചി കയ്യിലിട്ട് തന്ന് കഴിഞ്ഞാൽ എനിക്കത് പോകുന്നത് ഇഷ്ടമല്ല. എനിക്കത് ഫോർ എവർ കിടക്കുമെങ്കിൽ കിടന്നോട്ടെ എന്ന് ഞാൻ വിചാരിക്കും. എനിക്ക് അത്രയും ഇഷ്ടമാണ് മൈലാഞ്ചി ഇടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം ഹാർഡായിട്ടുള്ളൊരു ഡിസൈനും കൊണ്ടാണ് ആ കുട്ടീൻ്റെ അടുത്ത് പോയത്. ആൻഡ് ഷീ വാസ് സോ പേഷ്യൻറ്റ്. ഞാനിങ്ങനെ അടങ്ങിയിരുന്ന് മൈലാഞ്ചി ഇടുന്ന ഒരാളല്ല കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കൈമാറ്റും, എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങളുണ്ടാക്കും. പക്ഷേ ആ കുട്ടി ഭയങ്കര പേഷ്യൻ്റായിട്ട് എനിക്ക് അടിപൊളിയായിട്ട് മൈലാഞ്ചി ഇട്ട് തന്നു കേട്ടോ. ആ ഒരു കൈ, അവർക്ക് 2 കൈ ഇട്ട സമയം കൊണ്ട് എനിക്ക് ഒരു കൈയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ബിക്കോസ് ഇറ്റ് വാസ് വെരി ഹാർഡ്. ആ ഫില്ലിങ്ങും ഒക്കെ നല്ല രസമായിരുന്നു. ആൻഡ് ഫൈനൽ ലുക്കും അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ആൻഡ് ഞങ്ങൾ അവിടെ ഇതൊക്കെ ഇടുമ്പോഴും ആയിഷ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്ന തിരക്കിലാണ് കേട്ടോ. ആൻഡ് ഐ വാസ് സോ പ്രൗഡ് ഓഫ് ഹെർ ഹാൻഡ്ലിങ് ഹെർ ഹോൾ വെഡ്ഡിങ് ഫംഗ്ഷൻ. എല്ലാ പരിപാടിയും അടിപൊളിയായിട്ട് ഒറ്റയ്ക്ക് നടന്ന് ഹാൻഡിൽ ചെയ്തു കേട്ടോ. എനിക്കത് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. അവൾ എത്താത്ത ഒരു സ്ഥലം പോലും ഇല്ലായിരുന്നു. എല്ലാ ഫ്രണ്ട്സിനോടും വന്ന് സംസാരിച്ച് അവർക്ക് ഓക്കെ ആക്കി. ആൻഡ് ഷീ വാസ് വെരി ഹാൻഡ്ലിങ് ഇറ്റ് ഇൻ എ വെരി ഗുഡ് വേ. അപ്പം എന്താ പറയുക, ഇതായിരുന്നു എൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഐ വാസ് ജസ്റ്റ് ഒബ്സസ്ഡ് വിത്ത് ദ പാറ്റേൺ. ആൻഡ് എന്താ പറയുക, മറ്റേ കയ്യിൽ ഞാൻ ഭയങ്കര സിമ്പിളായിട്ടൊരു ഡിസൈനും ചെയ്തു കേട്ടോ. അത് കഴിഞ്ഞ് ശിവാനി നേരെ മെഹന്തി ഇടാനായിട്ട് പോയി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും മെഹന്തി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അവളുടെ കുറേ കസിൻസ് ഉണ്ടായിരുന്നു, കുറേ കുട്ടികളുണ്ടായിരുന്നു, പിന്നെ വേറെ എന്താ പറയുക, ഞങ്ങളുടെ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊക്കെ അവിടെ തന്നെയായിരുന്നു സ്റ്റേ ചെയ്യും. അപ്പം നമുക്ക് ഇടാനും കുറച്ചുകൂടെ എന്താ പറയുക, മെഹന്തി ഇടാനും ഒക്കെ സിമ്പിളായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾറെഡി ഫംഗ്ഷൻസ് ഒക്കെ ഇങ്ങനെ പുറത്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ആയിഷയും യൂട്യൂബറാണ്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. അപ്പോൾ എന്താ പറയുക, അത് കഴിഞ്ഞിട്ട് ഇതാണ് ശിവാനിയുടെ ഡിസൈൻ. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ സോ പ്രിറ്റി. ആൻഡ് ദിസ് ഈസ് മൈ ഡിസൈൻ ആൻഡ് ദാറ്റ് വാസ് ഓൾസോ സോ പ്രിറ്റി. അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ ഞങ്ങളിങ്ങനെ എടുക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് വന്നിട്ട്, ഞാൻ മെഹന്തിക്ക് ഇടാൻ വേണ്ടിയിട്ട് ഔട്ട്ഫിറ്റ് ഒന്നും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ തലേ ദിവസം ഞങ്ങൾ കാലിക്കട്ട് പോയപ്പം പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. ഒരു എന്താ പറയുക, പാകിസ്ഥാനി സ്യൂട്ട്. ഭയങ്കര സിമ്പിളായിട്ട് ഞാനും പൊന്നും കേപ്പിയും സെയിം എന്താ പറയുക, കുർത്ത സെറ്റിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സാണ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് മര്യാദയ്ക്ക് ഒരു ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അങ്ങനെ. പക്ഷേ നല്ല രസമായിരുന്നു. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമായിരുന്നു. അങ്ങനെ ഈവനിങ് ആയപ്പോൾ തന്നെ ആ ഒരു എന്താ പറയുക, 12 മണിയൊക്കെ കഴിഞ്ഞ് നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു ഐഷാസ് വൈബായിരുന്നു മൊത്തത്തിൽ. അവളുടെ ആ ഒരു എസ്തെറ്റിക്സ് വെച്ചിട്ട് അടിപൊളിയായിട്ടുള്ള ആ ഒരു ഡിസൈനും എന്താ പറയുക, മൊത്തത്തിൽ അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. ഓരോ ഫംഗ്ഷനും ഡെക്കോറും ഈവൻറ്റും ഒക്കെ ആ ഒരു ടിപ്പിക്കൽ ഐഷ തിങ് ആയിരുന്നു കേട്ടോ. കറക്റ്റ് ഐഷയുടെ വൈബ്, ഐഷയുടെ ഒരു എസ്തെറ്റിക് പിൻട്രസ്റ്റി വൈബ് തന്നെ എല്ലാത്തിനും കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ് പൊതുവേ, നമ്മുടെ നാട്ടിലിപ്പോൾ നല്ല ചൂടാണല്ലോ. അപ്പോൾ എന്താ പറയുക, ഒരു പോയിന്റ് കഴിയുമ്പോൾ ഞങ്ങൾ ഭയങ്കര ടയേർഡ് ആവും കേട്ടോ. പിന്നെ കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് മര്യാദയ്ക്ക് ഫോട്ടോസോ വീഡിയോസോ
വീഡിയോസോ ഒന്നും എടുക്കാനുള്ള സമയം കിട്ടിയില്ല. പക്ഷേ എന്നാലും റെഡി ആകുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഫോട്ടോസൊക്കെ എടുക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്താ പറയുക കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അന്ന് ഹെയറിലൊന്നും ചെയ്തിട്ടില്ലായിരുന്നു. ഞാൻ കുളിച്ച് ഇറങ്ങിയതോടെ തന്നെ കേർലി ആയിട്ടായിരുന്നു ഭയങ്കരമായിട്ട് ഹെയർ കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അങ്ങനെ പിന്നെ പതുക്കെ കുറേ ഗസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ മെഹന്തി ഫംഗ്ഷനും. ആൻഡ് കുറേ കുട്ടികളുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് മിറാലിനെ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഐശ്വര്യ വ്ളോഗിലും സ്റ്റോറിയിലൊക്കെ കണ്ടിട്ട്. ആൻഡ് ഷീ ഈസ് സോ ക്യൂട്ട്. നമുക്കിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നും. മാഷാ അല്ലാഹ് സോ പ്രിറ്റിയാണ് കേട്ടോ അവളെ കാണാനായിട്ട്. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് പൊറോട്ടയും സ്റ്റൂവും ചിക്കൻ പൊരിച്ചതും അങ്ങനെ കുറേ ഫുഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ വുഡ് ഡെഫിനറ്റ്ലി സേ എല്ലാ പരിപാടിക്കും ഉണ്ടായിരുന്ന ഫുഡും അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്രയും പേരും എപ്പോഴും ഒന്നിച്ചിരുന്നാണ് ഫുഡ് കഴിക്കാറുണ്ടായിരുന്നത്. ആൻഡ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പരിപാടി ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി കേട്ടോ. അന്ന് അത്ര തന്നെ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ബാക്കി പുറകിലെ കയ്യിലൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല മെഹന്തി. ഐഷ തന്നെ ഫൈനലി നമുക്ക് വന്ന് മെഹന്തി ഇട്ടെന്നു കേട്ടോ. അത് ഞങ്ങൾ പറയുന്നുണ്ടായിരുന്നു എന്താ പറയുക അവളുടെ മെഹന്തിക്ക് അവൾ തന്നെ നമുക്ക് മെഹന്തി ഇട്ടരേണ്ട ആവശ്യമായിരുന്നു. ആൻഡ് ഈവൻ അവളുടെ നിക്കായിന് ഞങ്ങൾക്ക് ഔട്ട്ഫിറ്റ്സ് എടുക്കാൻ അവൾ ഞങ്ങളുടെ കൂടെ വന്നിട്ടാണ് ഔട്ട്ഫിറ്റ്സൊക്കെ എടുത്തു വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് വി ആർ സോ ഹാപ്പി ഫോർ ദാറ്റ്. അങ്ങനെ അവൾ മെഹന്തിക്ക് ഇട്ട് കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങളുടെ വേറൊരു ഫ്രണ്ട് ഉണ്ട് ആയിഷ, നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ അവളുടെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. നമ്മൾ സർപ്രൈസ് ആയിട്ടൊരു കേക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി വേറൊരു ഫ്രണ്ട് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ നേരെ കൊണ്ടുപോയി കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. ആൻഡ് ഷീ വാസ് ഓൾസോ വെരി ഹാപ്പി. ഇതിനിടയ്ക്ക് മൊത്തം ഇങ്ങനെ ഓരോ പരിപാടികൾ നടക്കുമ്പോൾ മര്യാദയ്ക്ക് ഫോട്ടോസ് എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. ഇത് അവിടെ എടുത്ത വീഡിയോസും ഷോർട്സും എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു എന്താ പറയുക വീഡിയോ ഉണ്ടാക്കുന്നത്. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിലും ഐഷ ഇൻക്ലൂഡ് ചെയ്ത് വീഡിയോ ചെയ്യണം, ഐഷേനെ എന്താ പറയുക കാണുമ്പോൾ ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ നമുക്ക് ഐഷയ്ക്കും സമയമില്ല അങ്ങനെ എല്ലാ വീഡിയോസിലും വരാനായിട്ടും. അതുകൊണ്ടാണ് പിന്നെ ഈ പറഞ്ഞ റിസപ്ഷൻ വ്ളോഗും എല്ലാം വ്ളോഗായിട്ട് എടുത്തിട്ടില്ല. അവിടെ ഇവിടെയൊക്കെ എടുത്തത് ചേർത്തിട്ടാണ് ഞാൻ വീഡിയോ ഉണ്ടാക്കുന്നത് കേട്ടോ. ഞാൻ ഐ ഓൾസോ സോ ഹാപ്പി ദാറ്റ് നിങ്ങൾക്കൊക്കെ വീഡിയോസ് ഇഷ്ടമായി എന്ന് കാണുമ്പോൾ. അപ്പം അത് കഴിഞ്ഞ് നേരെ എന്താ പറയുക കേക്ക് കട്ടിങ് കഴിഞ്ഞ് ആയിഷ ഞങ്ങളുടെ പുതിയ ഐഷയുടെ റൂം ഞങ്ങൾക്ക് കാണിച്ചു തന്നു. ആൻഡ് ദ റൂം വാസ് സോ പ്രിട്ടി. ആ ഒരു ഡ്രീമി റൂം അത് അവൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. അപ്പം എന്താ പറയുക അത് കഴിഞ്ഞ് നേരെ ഐഷയുടെ ഹാൻഡ്സൊക്കെ അവൾ വാഷ് ചെയ്യുന്നുണ്ട്. അവളുടെ മെഹന്തിയും അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ അവളുടെ മെഹന്തിക്കകത്ത് ഷാഹിൻ്റെ ഷാ എന്ന് പറയുന്ന ലെറ്റർ 3 ലെറ്റേഴ്സ് ഉണ്ട്. അത് കണ്ടുപിടിക്കുന്ന ഒരു കുട്ടി പരിപാടി ഞങ്ങളെ കൊണ്ട് അവൾ ചെയ്യിപ്പിച്ച് ഞങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റിയില്ല. ഇറ്റ് വാസ് വെരി 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 ഹാർഡ്. അങ്ങനെ അതോടുകൂടി മെഹന്തി ഫംഗ്ഷനും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് ഫംഗ്ഷൻസ് ഒക്കെ കഴിഞ്ഞ് വരികയാണ്. അപ്പം ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. സെക്ഷനിൽ ഒരു കുട്ടി വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് യു ഓൾ എൻജോയ് ദ വീഡിയോ ആൻഡ് ബൈ. സ്റ്റേ ട്യൂൺ.